യൂട്യൂബ് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ് എന്റർടൈൻമെന്റ് അത് അടിപൊളിയുണ്ട്. യൂട്യൂബ് മീഡിയയുടെ ബിഗ് ബോസ് ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, കൊള്ളാം. ഓക്കെ, നമ്മളല്ലേ പാളും സ്വാഭാവികം. അതങ്ങ് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടേ അങ്ങ് വരികയാണത്. ഇടക്കൊക്കെ ഇവിടെ വരണല്ലേ, ഒരു ശീലം വേണല്ലോ. അതില്ലാത്തിന്റെ പ്രശ്നമാണ്. നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഓക്കെ ആവും. പ്രാക്ടീസ് നന്നായിട്ട് പ്രാക്ടീസ് വേണം. തീർച്ചയായും. ഓക്കെ, അപ്പോൾ യൂട്യൂബ് മീഡിയയുടെ ബിഗ് ബോസ് ടോക്കാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് ബിഗ് ബോസ് സീസൺ 4 മുതലാണോ 5 മുതലാണോ കോമണേഴ്സ് വന്നു തുടങ്ങിയത്? 5 മുതൽ. 5 ആണോ? 4 ഗോപികല്ല ആദ്യം വന്നത്. ശരിയാ, 5. അതായത് മലയാള ബിഗ് ബോസ് ചരിത്രത്തിലെ ആദ്യത്തെ കോമണർ അത് ഗോപികയാണ്. അതിനുശേഷം അടുത്ത സീസണിൽ, അതായത് ബിഗ് ബോസ് സീസൺ 6 4 പേര് വന്നു തോന്നുന്നു. 4 പേര് കോമണേഴ്സ്. നിഷാന, റസ്പിൻ ബായ്, ഇവരൊക്കെ പിന്നെ കോമണേഴ്സ് ആയിട്ട് നമുക്ക് തോന്നിയില്ല. അത് വേറെ കാര്യം അല്ലേ? കോമണേഴ്സ് ആയിട്ടാണ് നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചത്. പിന്നെ നന്ദന കോമണർ ആയിരുന്നു. അങ്ങനെ 3 പേര്. അപ്പൊ 3 4 പേര് ടോട്ടൽ. അങ്ങനെ 4 പേര് ടോട്ടൽ 4 പേര്. അപ്പൊ സീസൺ 6 3 പേര്. യെസ്. ഓക്കെ, അപ്പോൾ സീസൺ 7 കോമണേഴ്സ് ഉണ്ടാവുമോ എന്നുള്ളൊരു ചോദ്യം എല്ലാവർക്കും ഉണ്ട്. ഉണ്ട് എന്നുള്ളതാണ് കേൾക്കുന്നത്. ഓക്കെ, അതിനുള്ള ഓഡീഷൻ കാര്യങ്ങളൊക്കെ നടക്കാൻ പോവുകയാണ്. അതിനുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പുറത്തു വരും. അതിലേ ആദ്യം ചെയ്യേണ്ട സംഭവം സാധാരണ പോലെ തന്നെയാണ്. ഇതിന് മുൻപ് എന്താണ് ചെയ്തത് അതുപോലെ തന്നെയാണ്. അതായത് സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ അപ്ലോഡ് ചെയ്യണം. അതായത് 3 മിനിറ്റിന് താഴെ, അതും 64 MB താഴെ ഉള്ളത്. 64 MB താഴെ. അപ്പോൾ ലോക്കൽ ഫോൺ എടുത്തിട്ട് വേണം ചെയ്യാൻ. അതെ, ചെയ്ത് അതും കുറച്ച് കൂടും. അത് പിന്നെ അതിന് ശേഷം നമ്മൾ കൺവേർട്ട് ചെയ്യണം 64 താഴേക്ക്. അല്ലാതെ കിട്ടൂല അത്. കാരണം എന്താ അറിയോ, എത്ര പേര് അയക്കും. അതല്ല, ഇത്ര റിസ്ക് ഒന്നും എടുത്തിട്ട് ഇനി അതിനകത്ത് പോകാൻ വയ്യ. അല്ല, നമ്മളിന് കോമണേഴ്സ് അല്ലല്ലോ. നമ്മളെന്താ കോമണേഴ്സ് ആവാത്ത? അല്ലേ? അതൊക്കെ മാറി. അതൊക്കെ പണ്ടായിരുന്നു. സന്തോഷം വന്നുണ്ടോ മുഖത്ത്? അല്ല, അത് കേൾക്കുമ്പോ മനസ്സിലൊരു അതാണ്. എത്ര നാളായിട്ട് കേൾക്കാൻ കൊതിച്ചോണ്ടിരിക്കുന്ന വാക്കുകളാണ്. പക്ഷെ ഞങ്ങളത് ഉൾക്കൊണ്ടിട്ടില്ല, അത് വേറെ കാര്യം. അതുകൊണ്ടാണ് എനിക്ക് ആയോ എന്ന് ഞാൻ സംശയം ചോദിച്ചത്. ഓക്കെ, അപ്പൊ എന്തായാലും ചെറുക്കൻ അവിടെ കൂടിയിട്ട് കൊള്ളട്ടെ. നീ പറഞ്ഞു, ഞാൻ അതിലിങ്ങനെ സംതൃപ്തി കണ്ടെത്തട്ടെ. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ ഒരു വീഡിയോ, അതിനുശേഷം അതിൽ നിന്ന് അടുത്ത ഘട്ടം. ആ ഘട്ടം എന്തായാലും എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ വീഡിയോ കോൺഫറൻസ് പരിപാടി ആയിരിക്കും. ഓക്കെ, അതായത് സൂം വഴി വീഡിയോ കോളിൽ അവർ വിളിക്കും. ഇതാണ് പലരും പറഞ്ഞത്, രാത്രിയൊക്കെ വിളിക്കുന്നൊക്കെ പറഞ്ഞത്. രാത്രി വിളിച്ചപ്പോ എന്താ, അവർക്ക് സമയം കിട്ടുമ്പോ അവർക്ക് വിളിക്കാൻ പറ്റും. പിന്നെ മാത്രല്ല അതിനകത്ത് പോകും വേണം, എന്നിട്ട് വിളിക്കാനും പാടില്ലേ? അതൊക്കെ വെറുതെ അങ്ങ് ഉണ്ടാക്കുമല്ലേ. എന്താണെങ്കിലും 3 ഓഡീഷൻ ഉണ്ട് കേട്ടോ. ഏത് കോമണേഴ്സ് ആണെങ്കിലും ആരാണെങ്കിലും 3 എണ്ണം തികച്ചും ഉണ്ടാവും. ചിലപ്പോൾ അത് കൂടും എന്നുള്ളതൊക്കെ കേൾക്കുന്നുണ്ട് ഈ പ്രാവശ്യം. കാരണം വെറുതെ ആയി പോരുന്നല്ലോ. വേറൊരു കാര്യമുണ്ടേ, ഞങ്ങളുടെ ഒരു അപേക്ഷയാണ്. മാത്രമല്ല, ഇത് അപേക്ഷ എന്നല്ല, ഇത് ശരിക്കും വളരെ മോശമായുള്ളൊരു കാര്യമാണ്. എന്ത്, കോമണേഴ്സിൽ നിന്ന് സ്ത്രീകളെ മാത്രമേ ഇവരെടുക്കുന്നുള്ളൂ. അതെന്തുകൊണ്ടെന്നുള്ളത് ഇതുവരെ മനസ്സിലായിട്ടില്ല. അതൊരു പോയിന്റ് ആട്ടോ. എനിക്ക് തോന്നിയെന്താണെന്നറിയോ, അതായത് സാധാരണക്കാരനായിട്ടുള്ള ഒരു മെയിൽ വന്നാൽ ആൾക്ക് കൂടുതലായിട്ട് സപ്പോർട്ട് വന്നിട്ട് പിന്നെ ആളെ പിടിച്ചാൽ കിട്ടില്ല എന്നുള്ളൊരു സംശയം അവർക്ക് പേടി. തീർച്ചയായിട്ടും ഉദ്ദേശിക്കുന്നവർക്ക് കൃത്യമായ പരിഗണന കിട്ടാതിരിക്കുമോ എന്നുള്ള പേടി. ആളിലേക്ക് കൂടുതലായിട്ട് ഫോക്കസ് പോകുന്നത്. അല്ല, ശരിക്കും സെലക്ട് ചെയ്യുമ്പോൾ കോമണേഴ്സ് ഒരാൾ മെയിലും ഒരാൾ ഫീമെയിലും സെലക്ട് ചെയ്താൽ മതിയല്ലോ. അപ്പൊ പിന്നെ ആ ഒരു പ്രശ്നമില്ലല്ലോ. ഈക്വാലിറ്റി എല്ലാത്തിലും വേണ്ടേ? പിന്നെന്താ, ഇപ്പൊ മൊത്തം 4 പേര് വന്നു, ആ 4 സ്ത്രീകളാണ്. ഇനി 4 പുരുഷന്മാർ വരണം ശരിക്കും. അപ്പോഴേ ഈക്വാലിറ്റി കറക്റ്റ് ആവുള്ളൂ. എന്താണെങ്കിലും നോക്കാം നമുക്ക്. എന്തായാലും അപ്പോൾ കോമണേഴ്സിൻ്റെ ഒരു പ്രൊമോ ഉടനടി വരും എന്നുള്ളതാണ് കേൾക്കുന്നത്. അതായത് ഈ സീസണിൻ്റെ ആദ്യത്തെ പ്രൊമോ മേ ബി കോമണേഴ്സിന് വേണ്ടിയുള്ളതായിരിക്കാം. സീസൺ 7 ഫസ്റ്റ് പ്രൊമോ. അതെ, അങ്ങനെയാണെങ്കിൽ കൊള്ളാം. എന്താണെങ്കിലും താല്പര്യമുള്ള ആൾക്കാർ കോമണേഴ്സ്, നമ്മൾ പിന്നെ കോമണേഴ്സ് അല്ലല്ലോ, കോമണേഴ്സ് പെട്ടെന്ന് അപ്ലൈ ചെയ്തു. നീ കോമണർ ആണ് നീ ചെയ്യോ? ഉണ്ടേ. പണ്ടായിരുന്നെങ്കിൽ, ഇതിനെ കുറിച്ചൊന്നും അറിയാത്ത സമയത്തായിരുന്നെങ്കിൽ പേടിയല്ലേ? സത്യം, താല്പര്യക്കുറവൊന്നുമില്ല.
അങ്ങനെ ഓപ്പൺ ആയിട്ട് സത്യങ്ങൾ അങ്ങനെ പിന്നെ ഞാൻ എനിക്കൊരു മടിയില്ല, നമ്മൾ പറയും. അപ്പൊ ചോദിക്കും അങ്ങനെ ഓപ്പൺ ആയിട്ട് പറയുന്ന ഒരാൾക്ക് എന്താ അതിൻ്റെ ഉള്ളിൽ പോയാൽ പ്രശ്നം. പക്ഷെ അങ്ങനെ അല്ലല്ലോ പല കാര്യങ്ങളും. അങ്ങനെ ഓപ്പൺ ആയി പറഞ്ഞാൽ തന്റെ ജീവിതം അവിടെ നിന്ന് പോകലോ അവിടെ ഒരു വരെ ഇടുമല്ലോ എന്നുള്ളതാണ് എന്റെ പേടി, അല്ലാത്ത പ്രശ്നമൊന്നുമില്ല. അല്ലാതെ എന്ത്. ഓക്കെ, എന്താണെങ്കിലും സീസൺ 7 കളറാകും എന്ന് വിചാരിക്കാം. അതെ, എന്തായാലും ഈ പ്രൊമോ വരുന്നതിനനുസരിച്ചാണ് നമ്മുടെ ഈ സീസൺ എപ്പോൾ തുടങ്ങും എന്നുള്ളതിൻ്റെ ഒരു സൂചന കിട്ടുള്ളൂ. അതൊരു സത്യം. പലരും ജൂലൈ 7 എന്നൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ട്, പക്ഷെ അറിഞ്ഞുകൂടാ. അതെ, വരുവാണെങ്കിൽ വരട്ടെ, വരുവാണെങ്കിൽ ഗംഭീരം. അതെ, പക്ഷേ നന്നായിട്ട് ബന്ധമുള്ള, അതായത് ബിഗ് ബോസുമായിട്ട് ബന്ധമുള്ള അല്ലെങ്കിൽ ബിഗ് ബോസ് മുൻ മത്സരാർത്ഥികളിൽ നിന്ന് അറിഞ്ഞതുപോലും അവർക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ തുടങ്ങുന്നുള്ളത്. ഓഗസ്റ്റ് പറയുന്നുണ്ട്, ചിലർ ജൂലൈയിൽ പറയുന്നുണ്ട്. എന്തായാലും കണ്ടറിയാം. ചിലർ പറയുന്നുണ്ട് ജൂലൈ 20 ശേഷം, ഓഗസ്റ്റിന് മുൻപായിട്ട്. ഇത് രണ്ടിൻ്റെ ഗ്യാപ്പ്. അത് പല സമയങ്ങൾ എന്തൊക്കെയാണോ. 7ാമത്തെ സീസൺ ആയതുകൊണ്ടാണ് പലരും 7/7/2025 എന്ന് പറയുന്നത്. അതൊന്നും ആരും നോക്കാൻ പോണില്ല, അതും ബിഗ് ബോസിൽ. പിന്നെ പലയിടത്തും പറയുന്നത് നമ്മളും പറഞ്ഞു എന്നുള്ളൂ, 7-നോ അല്ലെങ്കിൽ സെപ്റ്റംബറിനോ തുടങ്ങും എന്നുള്ളത്. ആ ശരി, ഓഗസ്റ്റ്. ഒരു മാസം കൂടി നീട്ടി പിടിച്ചു അല്ലേ? ഇനി അങ്ങനെ സംഭവിക്കുക അല്ല, പറയാൻ പറ്റൂലല്ലോ. ഇതുവരെ നമ്മൾ എവിടെയും കേട്ടതിൽ സെപ്റ്റംബർ ഉണ്ടായിരുന്നില്ല. നമ്മൾ തന്നെ കൊടുത്തേക്കാം സെപ്റ്റംബറിൽ. ഓക്കെ, അപ്പോൾ ജൂലൈ 20 ശേഷമുള്ള സമയമോ അല്ലെങ്കിൽ ഓഗസ്റ്റ് തുടക്കത്തിലോ സാധ്യത കൂടുതലാണ്. ജൂലൈ ഫസ്റ്റിലേക്ക് ചിലർ പറയുന്നുണ്ട്, അതും നമുക്ക് നോക്കാം. പ്രൊമോ വന്നു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്, ഇതൊക്കെ പെട്ടെന്ന് കിട്ടും. അതെ, കാര്യങ്ങൾ വളരെ പെട്ടെന്ന് കിട്ടും. പിന്നെ വേറെന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷങ്ങൾ. എന്തായാലും നമ്മൾ നല്ല മഴയുണ്ട്. ബിഗ് ബോസ് എന്തായാലും കത്തിക്കും നമ്മൾ ഇപ്രാവശ്യം. എത്ര നല്ല മഴയിലും നമ്മൾ ചൂടോടെ നിൽക്കും. എന്തേ ആയിക്കോട്ടെ. ഇവന് ഇപ്പോഴും തീരെ പ്രതീക്ഷയല്ല കേട്ടോ. കാരണം എന്താ പറയുക, ഇവൻ്റെ വിചാരം ഈ സീസൺ അത് വളരെ മോശമായിരിക്കും, അതുകൊണ്ട് ഇത് കാണേണ്ട സാഹചര്യം വരില്ല എന്നുള്ള ചിന്തയാണ് അല്ലേ? തീർച്ചയായിട്ടും. ഇതുവരെ ഈ ചൂടുവെള്ളത്തിൽ വീണ പൂച്ചേ പച്ചവെള്ളം കണ്ടാലും അറയ്ക്കും എന്ന് പറഞ്ഞ് മാറിക്കും എന്ന് പറഞ്ഞിട്ടില്ല, അതേപോലെ തന്നെ കുറച്ചായാലും എത്ര മോശമാണെങ്കിലും നമ്മൾ തുടർച്ചയായി അതൊക്കെ അത് ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല, പക്ഷെ സീസണെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അവരങ്ങനെ തെറ്റിദ്ധരിക്കും. ഒരിക്കലും ഇല്ല, തെറ്റിദ്ധരിച്ച വ്യൂസ് ഇപ്പൊ കുറയുന്നു, അതല്ല നിന്റെ മനസ്സിലുള്ളത്. അല്ലല്ല, അങ്ങനെയാണ് നമ്മളെന്നും അത് 416 ദിവസം നമ്മൾ വീഡിയോ ഇടാതിരിക്കുമോ? എന്തൊക്കെ പറഞ്ഞ് ഏതൊക്കെ വീഡിയോ ഇടായിരുന്നു? അതൊരു സത്യം. കാരണം നമ്മൾ ബിഗ് ബോസ് അല്ലാതെ വേറെ ഏതൊക്കെ വീഡിയോസ് റിയാക്ഷൻ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അങ്ങനെ അതൊന്നുമില്ല. എത്തിക്സ് എപ്പോഴും നമുക്ക് ഇതാണ്, പക്ഷേ എത്തിക്സിൽ ഈ ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു എന്നുള്ളത് ഞങ്ങൾ മറന്നുപോയി. അതായത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ നമ്മൾ പരിഗണിക്കണമായിരുന്നു. പാതി വഴിയിൽ ഇട്ടിട്ട് വന്നിരുന്നിട്ട് ഡയലോഗ് അടിക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും ബിഗ് ബോസ് സീസൺ 7 തുടങ്ങട്ടെ, അതിൻ്റെ പ്രൊമോസ് വരട്ടെ. കൂടുതലായിട്ട് എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടുകയാണെങ്കിൽ നമ്മൾ ഇതേപോലെ പറയാം. പിന്നെ അതല്ലെങ്കിൽ നമ്മളിന്നും സ്പെഷ്യലായിട്ട് അതായത് ബിഗ് ബോസ് ഇതിന് മുൻപുള്ള 6 സീസൺ ഉണ്ടല്ലോ, ധാരാളമല്ലേ, വർഷങ്ങളോളം ഓടിക്കാനുള്ള കാര്യങ്ങളുണ്ട് അതിൽ. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസൊക്കെ ആയിട്ട് വരാം. എന്താണെങ്കിലും ഞങ്ങൾ പോവുകയാണ്, മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.